നമസ്കാരം. പത്രം ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമലയിൽ വലിയ തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണ്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചരിത്രപരമായ കാഴ്ചകളാണ് ഇന്ന് ശബരിമലയിൽ കണ്ടത്. സഖാവ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടി കാറിൽ വന്നിറങ്ങുന്ന മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കെല്ലാം ചന്ദനം കൊടുക്കാൻ വേണ്ടി ഒരാളെ അവിടെ നിർത്തിയിരിക്കുന്നു. അതുപോലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പ്രശാന്ത് എല്ലാ സംസാരവും കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനെ ശരണം വിളിച്ചതാണ്. വിളിച്ച സമയത്ത് ഇൻകുലാബ് വിളിക്കുന്ന ഓർമ്മയിൽ മുഷ്ടി ചുരുട്ടിയായിപ്പോയി അയ്യപ്പന്റെ ശരണം വിളി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം. ഇവിടെ വേദിയിൽ ഒട്ടനവധി മുതലാളിമാരുണ്ടായിരുന്നു, സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ടായിരുന്നു, അങ്ങനെ അനവധിയായ ആളുകളുണ്ടായിരുന്നു. ഏകദേശം 3500ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കസേരകൾ അവിടെ ഒരുക്കിയിരുന്നു. പക്ഷേ ഭക്തരായിട്ടുള്ള ആളുകൾ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 1500 പേർ പോലും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു നഗ്നമായ സത്യം. അവിടെ ഉണ്ടായിരുന്നത് ദേവസ്വം ബോർഡിലെ, അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ വിളിച്ച് ശാസിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തി എന്നുള്ളതാണ്. അവരുടെ കഴുത്തിലെല്ലാം ടാഗുണ്ടായിരുന്നു. അന്യ സംസ്ഥാനത്ത് നിന്ന് വളരെ കുറച്ച് അയ്യപ്പ ഭക്തന്മാർ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. തമിഴ്നാട്ടിലെ 2 മന്ത്രിമാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റ് വ്യവസായികൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെയും അപ്പുറത്തേക്ക് ശബരിമല പ്രക്ഷോഭ കാലഘട്ടത്ത്, അത്തരമൊരു കാലഘട്ടത്തിൽ ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി അവിടെ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി അവർക്ക് അവിടെ കാവൽ നിന്ന് അവരെ വണ്ടിയിൽ കയറ്റി പോലീസ് അകമ്പടിയോടുകൂടി ഇരുട്ടിന്റെ മറവിൽ ശബരിമലയിൽ പ്രവേശിപ്പിച്ച ആ ഒരു ചരിത്രം ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്ന് അതിനെ എല്ലാം അനുകൂലിച്ച് സൈബർ സഖാക്കൾ തീർത്ത് ആ കാര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ന്യായീകരിച്ച് മെഴുകിയപ്പോൾ, ആർത്തവത്തിന്റെ ചരിത്രം വരെ പറഞ്ഞപ്പോൾ, അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുന്നത്, അതുകൊണ്ട് ആർത്തവം അശുദ്ധമല്ല എന്ന, അതായത് ആർത്തവവും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു. അവിടെ ഭക്തന്മാർക്ക് വെള്ളം കൊടുത്ത മുസ്ലിം ലീഗിന്റെ ആളുകളെ കുറ്റപ്പെടുത്തി. ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും ഈ തരത്തിൽ അയ്യപ്പ ഭക്തന്മാർക്കൊപ്പം നിന്നപ്പോൾ അവരെ ചവിട്ടിത്തേക്കുന്ന നിലപാടെടുത്തു. അങ്ങനെയുള്ള പിണറായി വിജയൻ ഇന്ന് മറ്റുള്ളവരെ കൊണ്ട് ശരണം വിളിപ്പിച്ചും അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്ന ഉഡായിപ്പ് പരിപാടി കാണിച്ചപ്പോ അല്പമെങ്കിലും, കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥത അയ്യപ്പനോട് കാണിക്കാമായിരുന്നു. താൻ ചെയ്തു പോയ തെറ്റാണെന്ന് അയ്യപ്പനോടെങ്കിലും ക്ഷമ പറഞ്ഞുകൊണ്ട് പിണറായിക്ക് അത് അവസാനിപ്പിക്കാമായിരുന്നു. ചില ജ്യോതിഷന്മാരുടെ പ്രവചനങ്ങളും അതുപോലെ തന്നെ ചില ചികിത്സാവിധികൾ, ശാരീരികാരോഗ്യവുമായി ബന്ധപ്പെട്ട അയ്യപ്പ കോപത്താൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു പരിപാടികൾ സംഘടിപ്പിച്ചത് എന്ന കിംവദന്തിയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ള ആളുകളെ കൊണ്ട് ശരണം വിളിപ്പിക്കുകയും കടകംപള്ളി സുരേന്ദ്രൻ വളരെ കറക്റ്റായിട്ട് ഒരു കാര്യം പറഞ്ഞു. അന്ന് ശബരിമലയിൽ കയറ്റിയത് ആക്ടിവിസ്റ്റുകളെ ആയിരുന്നു എന്ന് പറഞ്ഞു. പശ്ചാത്തപിക്കുകയാണ്. അന്നൊക്കെ ന്യായീകരിച്ച സഖാക്കൾ എന്ത് പറയാനാണ്? അന്ന് ഇതിനെയൊക്കെ പൊക്കിപ്പിടിച്ച മാധ്യമ പ്രവർത്തകർ എന്ത് പറയാനാണ്? പക്ഷെ അന്ന് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നട്ടലില്ലാതായി പോയി. അവിടെ ഏകദേശം 3500 കോടി രൂപയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 20,000 കോടി രൂപയ്ക്ക് അടുത്തേക്ക് അത് എത്തുന്നു എന്നും പറയുന്നുണ്ട്. ഈ രീതിയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിന് പോകുന്ന ചെലവ് അതാത് ഈ പറയുന്ന ദേവസ്വം ഉദ്യോഗസ്ഥർ അവരവരുടെ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തോളണമെന്ന ഒരു വിചിത്ര ഉത്തരവും ഇതിന്റെ കൂടെ പിണറായി വിജയൻ ഇറക്കി. പക്ഷെ അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇന്നവിടെ കണ്ടത് മുഴുവൻ നാടകമായിരുന്നു. ഇന്നവിടെ കണ്ടത് മുഴുവൻ വോട്ട് കിട്ടാനുള്ള തന്ത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഇന്നവിടെ നമ്മൾ കണ്ടോ? ആരെങ്കിലും ഇൻകുലാബ് വിളിക്കുന്ന രീതിയിൽ അയ്യപ്പനെ ശരണം വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമോ? ഇനി അതും പോട്ടെ, അവിടെ എല്ലാ ആളുകളും ശരണം വിളിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോ, എല്ലാ ആളുകളെ കൊണ്ടും ശരണം വിളിപ്പിച്ചപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ശരണം വിളിക്കാതിരുന്നത്? കേരളത്തിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു അയ്യപ്പ സംഗമം, അങ്ങനെയാണെങ്കിൽ എല്ലാ ക്ഷേത്രത്തിനു വേണ്ടിയിട്ടും ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കണ്ടേ? എല്ലാ പള്ളികൾക്ക് വേണ്ടിയും സംഗമം സംഘടിപ്പിക്കണ്ടേ? പോട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട മസ്ജിദുകൾക്ക്
പള്ളികൾക്ക്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് സംഗമം സംഘടിപ്പിക്കുന്നില്ല? ഇതൊക്കെ വലിയ ചോദ്യമാണ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരാളും തന്നെ മാതൃകയാക്കാൻ പറ്റാത്ത ഒരാളോടൊപ്പം വന്ന് തന്നെ പുകഴ്ത്തി പറയിപ്പിച്ച് അങ്ങേയറ്റം രാഷ്ട്രീയ മര്യാദകളെല്ലാം മറന്നുകൊണ്ട് ആ പരിപാടിക്കിടയിലും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് ഒരു മാന്യതയും ഇല്ലാത്ത കളി ഇന്ന് പിണറായി വിജയൻ അവിടെ കളിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം വളരെ രസകരമായി നടക്കുകയാണ്. ആ അയ്യപ്പ സംഗമം രസകരമായി നടക്കുന്നതിൽ ഒരു കാര്യം മാത്രം പറയാം. അയ്യപ്പനെ ആക്ഷേപിച്ച ആളുകൾ തന്നെ ഇന്ന് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു സന്തോഷമുള്ളത്. പക്ഷേ ഇതെല്ലാം തന്നെ ജനങ്ങൾ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.